ഹായ് ഫ്രണ്ട്സ്, മ്യൂച്വൽ ഫണ്ട് ETF വീക്കെൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള R4I വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2025 വർഷം ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഇയർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. 2025 ജനുവരിയുടെ ബിഗിനിങ്ങിൽ ഗോൾഡിന്റെ പ്രൈസ് നമ്മൾ കാണുന്നത് ഒരു പവന് 57,200 എന്ന പ്രൈസ് റേഞ്ചിലായിരുന്നു. ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് 74,520 ആണ്. അപ്പോൾ മൊത്തത്തിൽ ഗ്ലോബൽ അനിശ്ചിതത്വം നിറഞ്ഞ ധാരാളം ജിയോഗ്രഫിക്കൽ പ്രശ്നങ്ങളൊക്കെ അലട്ടുന്ന, അതുപോലെ ട്രംപ് റിലേറ്റഡ് ആയിട്ടുള്ള താരിഫ് ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ആ ഒരു ഗ്ലോബൽ സിനാരിയോയിൽ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ടും ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് പോയപ്പോൾ ഗോൾഡ് അവിടെ ഒരു പ്രധാനപ്പെട്ട അസറ്റ് ക്ലാസ് ആയിട്ട് ഉയർന്നു വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ 2025 തുടക്കം മുതൽ ഇതുവരെയുള്ള നിഫ്റ്റി 50യുടെ നമ്മൾ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 4.75% റിട്ടേൺ ആണ് നിഫ്റ്റി 50 നൽകിയത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഗോൾഡിൻ്റെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ അത് 28.36% ആണെന്ന് കാണാൻ കഴിയും. ഇനി നമ്മൾ ഒരു വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ വലിയ തോതിലാണ് നിഫ്റ്റി 50യെ ബീറ്റ് ചെയ്തുകൊണ്ട് ഗോൾഡിൻ്റെ റിട്ടേൺ. അപ്പോൾ ലാസ്റ്റ് ഇയർ ഏകദേശം 37% റിട്ടേൺ ആണ് ഗോൾഡ് നൽകിയിട്ടുള്ളത്. എന്നാൽ നിഫ്റ്റി 50യുടെ റിട്ടേൺ ഓൾമോസ്റ്റ് 0 ആണ്, 0.19%. കുറച്ചുകൂടി ലോങ്ങർ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ പോലും നിലവിലിപ്പോൾ നിഫ്റ്റിയെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നിൽക്കുന്നത്. 20 വർഷത്തെ ഒരു CAGR റിട്ടേൺ ഏകദേശം ഗോൾഡിൻ്റേത് 13%, നിഫ്റ്റിയുടേത് 12%. അപ്പോൾ ഇത്തരം ഒരു സിനാരിയോയിൽ തീർച്ചയായിട്ടും ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ പ്രാധാന്യമറിയിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയിക്കുന്നത്. അങ്ങനെ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അതൊരു ഇൻഫ്ലേഷനെതിരെയുള്ള ഒരു ഹെഡ്ജിങ് ടൂളാണ്. കൂടാതെ നമ്മുടെ അസറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഗോൾഡാണ്. ഇപ്പോൾ മൾട്ടി അസറ്റ് ഫണ്ടുകളിലൊക്കെ ഏറ്റവും അധികം ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗോൾഡാണ്. അതേപോലെ ഇതൊരു അസറ്റ് പ്രൊട്ടക്ടറാണ്. നമ്മുടെ അസറ്റ് വലിയ തോതിൽ താഴത്തേക്ക് പോകാതെ ഒരു ഷോക്ക് അബ്സർവർ പോലെ നിൽക്കുന്ന ഒരു അസറ്റാണ് ഗോൾഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അസറ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ രണ്ട് പ്രധാനപ്പെട്ട ഓപ്ഷൻ കാണുകയും, ഒന്ന് ഫിസിക്കൽ ഗോൾഡാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമുക്ക് ഏതൊരു ജ്വല്ലറിയിൽ പോയിട്ട് നമുക്ക് ഗോൾഡ് ആഭരണങ്ങൾ വാങ്ങാം. അതല്ലെങ്കിൽ ഗോൾഡ് നമുക്ക് കോയിൻ രൂപത്തിലേക്ക് വാങ്ങാം. അതല്ലെങ്കിൽ നമുക്ക് ബാങ്കുകളിൽ നിന്ന് ഗോൾഡ് കോയിൻസ് പർച്ചേസ് ചെയ്യാം. അതല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ തനിഷ്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് ഫിസിക്കൽ കോയിൻസ് ഹോം ഡെലിവറി വരെ അലൗ ചെയ്യുന്നുണ്ട്. അതേപോലെ MMTC പാമ്പ് എന്നൊക്കെ പറയുന്ന വിശ്വസനീയമായിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് ഫിസിക്കൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാം. എന്നാൽ ഫിസിക്കൽ ഗോൾഡ് അല്ലാതെ നമുക്ക് ഡിജിറ്റൽ ഫോർമാറ്റിലും ഗോൾഡ് അവൈലബിൾ ആണ്. അത്തരം നോൺ ഫിസിക്കൽ ആയിട്ടുള്ള ഗോൾഡിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് ഡിജിറ്റൽ ഗോൾഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര യൂണിറ്റ് ആണോ വേണ്ടത് അതിനാനുപാതികമായിട്ടുള്ള ഒരു ഗോൾഡ് ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം പർച്ചേസ് ചെയ്തുകൊണ്ട് അതൊരു സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗോൾഡ് പ്രൊവൈഡർ നമുക്കൊരു കസ്റ്റോഡിയനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അനുവദിച്ച ആ യൂണിറ്റിൻ്റെ ഒരു ഡിജിറ്റൽ പേപ്പറാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ നമുക്കത് Paytm, ഫോൺപേ, GPay പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലും ഇത് ലഭ്യമാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഡിജിറ്റൽ ഫോമിലുള്ള ഗോൾഡ്. മറ്റൊന്നുള്ളത് ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളാണ്. അപ്പോൾ ഇവിടെ ആ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഈ ഗോൾഡ് പർച്ചേസ് ചെയ്തുകൊണ്ട് അവർ ഒരു റെപ്യൂട്ടഡ് കസ്റ്റോഡിയനിലേക്ക് ആ ഗോൾഡ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ NAV ഇൻവെസ്റ്റേഴ്സിന് നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ രസകരമായൊരു കാര്യം, പല മ്യൂച്വൽ ഫണ്ടുകളും ഇത്തരത്തിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാതെ അവരുടെ തന്നെ ETF-കളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് SBIയുടെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 99.9% SBIയുടെ ഗോൾഡ് ETF-ലാണ് SBI മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഗോൾഡ് ETF ആണ്. അപ്പോൾ ഇവിടെ റിയൽ ഗോൾഡ് വാങ്ങിച്ചുകൊണ്ട് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള കസ്റ്റോഡിയൻസ് ആണ് ഇത് സൂക്ഷിക്കുന്നത്. കൂടാതെ അത് ഇൻഷുർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഗോൾഡ് ETF വാങ്ങണമെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. അതുപോലെ ഗോൾഡ് ETF-ന്റെ വില കണക്കാക്കുന്നത് നമ്മൾ കാണുന്നത് 0.01 ഗ്രാമിൻ്റെ ഒരു വിലയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അത് 1 ഗ്രാമിൻ്റെതാകാം, 10 ഗ്രാമിൻ്റെതാകാം. എന്നാൽ കോമൺ ആയിട്ട് 0.01-ൻ്റെ ഒരു വിലയാണ് നമുക്ക് ETF-ൽ കാണാൻ കഴിയുക. ഇത് കൂടാതെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നമുക്ക് ഈ ഒരു ETF ട്രേഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ
ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയാൻ കാരണം ഇതിനെ മോണിറ്റർ ചെയ്യുന്നത് RBI നേരിട്ടാണ്. ഇപ്പോൾ ഇവിടെ RBI റിയൽ ഗോൾഡ് വാങ്ങി വെക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് RBIയുടെ ആ ഒരു വലിയ അസറ്റ്, ആ ഒരു ട്രസ്റ്റ്, അതിന് വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ഈ ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബോണ്ട് ഗോൾഡിൻ്റെ പ്രൈസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് സമാനമായ രീതിയിലാണ് ഇതിൻ്റെ റിട്ടേൺ ലഭിക്കുക. കൂടാതെ ആനുവലി 2.5% ഇൻട്രസ്റ്റ് റേറ്റും RBI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയതും ഏറ്റവും ബെസ്റ്റ് ആയതുമായ ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും അത് സോവറിൻ ഗോൾഡ് ബോണ്ട് തന്നെയാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഗോൾഡ് പ്രൈസ് ഇത്രമാത്രം ഉയരുമെന്ന് ഒരിക്കലും ഗവൺമെന്റ് കരുതിയിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആളുകൾ റിഡീം ചെയ്യുമ്പോൾ വൻ നഷ്ടമാണ് ഗവൺമെന്റിന് ഉണ്ടാകുന്നത്. കാരണം കോസ്റ്റ് ഓഫ് ബോറോയിങ് അത്രമാത്രം ഹൈ ആവുകയാണ്. കൂടാതെ ഇതിൻ്റെ 2.5% ഇൻട്രസ്റ്റും ഗവൺമെന്റ് നൽകുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് ബോണ്ട് ഈ രീതിയിൽ പ്രോഫിറ്റബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ RBI 2024 ഫെബ്രുവരിക്ക് ശേഷം പുതിയ സോവറിൻ ഗോൾഡ് ബോണ്ട് ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. അങ്ങനെ ഇഷ്യൂ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് യാതൊരു ചർച്ചയുടെയും ആവശ്യമില്ലായിരുന്നു. ആ ഒരു ഗോൾഡ് ബോണ്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 4 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫിസിക്കൽ ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ്, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ ഗോൾഡ് ETF എന്നിവയാണ്. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു 5 പാരാമീറ്റർ വെച്ചുകൊണ്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിൽ ഒന്നാമത്തെ നമ്മൾ ഇതിൻ്റെ കോസ്റ്റ് ആ സൈഡ് നമ്മളൊന്ന് നോക്കാം. ഇപ്പോൾ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ, നമ്മളൊരു ജ്വല്ലറി പോയിട്ട് ഒരു ആഭരണമോ അല്ലെങ്കിൽ കോയിനോ വാങ്ങുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവിടെ മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരാറുണ്ട്. പലപ്പോഴും 15% മുതൽ 20% വരെയാണ് മേക്കിംഗ് ചാർജ് വരുന്നത്. ഇത് കൂടാതെ കോയിനുകളിലൊക്കെ ആണെങ്കിൽ 5% ഒക്കെ മേക്കിംഗ് ചാർജും, അതുപോലെ ഹോളോഗ്രാം വെക്കാൻ വേണ്ടി വേറെ ചാർജും, ആ രീതിയിലുള്ള ചാർജസ് ഒക്കെ കാണാറുണ്ട്. കൂടാതെ 3% GST നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു ഫിസിക്കൽ ഗോൾഡ് വാങ്ങുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഏകദേശം 10 to 20% ചാർജസ് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ജ്വല്ലറി ആ ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ ഗോൾഡിൻ്റെ പ്രൈസ് ഏകദേശം ആ 1 ലക്ഷത്തിൽ നിന്ന് 90,000 80,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ ഡിജിറ്റൽ ഗോൾഡാണ് വാങ്ങുന്നതെങ്കിൽ അവിടെയും ചില ചാർജസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുമ്പോൾ എക്സാക്റ്റ് മാർക്കറ്റ് പ്രൈസിലല്ല നമുക്കത് കിട്ടുക. ഏകദേശം 2 മുതൽ 3% വരെ സർവീസ് ചാർജ് ഡിജിറ്റൽ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് ഈടാക്കാറുണ്ട്. അത് കൂടാതെ 3% GST ഇവിടെയും ബാധകം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 5% നമ്മൾ എക്സ്ട്രാ ചാർജ് ഡിജിറ്റൽ ഗോൾഡിനും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 95,000 രൂപ മാത്രമേ നമ്മൾ ഗോൾഡിന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. ഇനിയാണ് മറ്റൊരു ഓപ്ഷൻ, അത് ഗോൾഡ് ETF ആണ്. ഗോൾഡ് ETF-ൻ്റെ കാര്യത്തിൽ അവിടെ മേക്കിംഗ് ചാർജ് ഇല്ല, അവിടെ GST ഇല്ല, പക്ഷെ അവിടെ എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്. ഇപ്പോൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.5% മുതൽ ഏകദേശം 1% വരെയാണ് പൊതുവേ കാണുന്ന എക്സ്പെൻസ് റേഷ്യോ. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ETF നമ്മൾ പർച്ചേസ് ചെയ്ത് ഏകദേശം 1 വർഷം നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 500 രൂപയാണ് നമുക്ക് ഈ ഒരു ഇനത്തിൽ നമുക്ക് ചിലവാകുക. അപ്പോൾ ഈ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് അത് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്ന മാനേജേഴ്സിനും അതുപോലെ അവർക്ക് ആവശ്യമുള്ള പ്രോഫിറ്റൊക്കെ കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചാർജാണ്. എന്നാൽ ഇത് വളരെയധികം നെഗ്ലിജിബിൾ ആണെന്ന് കാണാം. കാരണം ഇവിടെ 500 രൂപയാണ് 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് റേഷ്യോ. എന്നാൽ ഡിജിറ്റൽ ഗോൾഡിലും ഫിസിക്കൽ ഗോൾഡിലും അങ്ങനെയല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇവിടെയും ഗോൾഡ് ETF പോലെ തന്നെ അവിടെ മേക്കിംഗ് ചാർജ് ഇല്ല, അവിടെ GST ഇല്ല, പക്ഷെ അവിടെയും എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്. പക്ഷേ എക്സ്പെൻസ് റേഷ്യോ പൊതുവെ കാണുന്നത് 0.6% മുതൽ 1.5% വരെയാണ്. ETF-നേക്കാൾ കൂടുതലാണ്. പക്ഷേ ചില ഫണ്ടുകൾ 0.1% മാത്രം ചാർജ് ഈടാക്കിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫണ്ട് ഓഫ് ഫണ്ടിലാണ്. ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു ETF-ലാണ്. ഉദാഹരണത്തിന് SBIയുടെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ വാങ്ങുമ്പോൾ SBI അതിലുള്ള 99.9% അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് SBIയുടെ തന്നെ ഗോൾഡ് ETF-ലാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് SBI ഈ ഒരു മ്യൂച്വൽ ഫണ്ടിന് ചാർജ് ചെയ്യുന്ന 0.1%, അതുപോലെ ഓൾറെഡി ആ ഒരു ETF-ലുള്ള 0.5% ചേർന്നുകൊണ്ട് മൊത്തത്തിലുള്ള ഈ എക്സ്പെൻസ് റേഷ്യോ 0.6 ആവും. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ETF-നേക്കാൾ കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഗോൾഡ് ETF-നേക്കാൾ കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ വരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.
അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 4 ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഗോൾഡ് ETF ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. കാരണം അവിടെ അഡീഷണൽ എക്സ്പെൻസ് വളരെയധികം നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഗോൾഡ് ETF ഒരു ക്ലിയർ വിന്നർ ആയിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തൊരു പാരാമീറ്റർ നോക്കാം. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത എവിടെയാണ് കൂടുതലുള്ളത്? നമുക്കറിയാം ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പവൻ വാങ്ങുമ്പോൾ 73,000 രൂപയോളം വരുന്ന ഒരു ലെവലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കൊരു ഫിസിക്കൽ ഗോൾഡാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം 1 ഗ്രാമെങ്കിലും വാങ്ങേണ്ടി വരും. അപ്പോൾ ഈ 1 ഗ്രാം വാങ്ങുമ്പോൾ ഏകദേശം 10,000 രൂപയോളം മേക്കിംഗ് ചാർജും GST ഒക്കെ അടക്കം നമ്മൾ അടക്കേണ്ടി വരും. അപ്പോൾ ഫിസിക്കൽ ഗോൾഡിൻ്റെ ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 10,000 രൂപയോളം വേണ്ടി വരും എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത്. എന്നാൽ നമ്മൾ ഡിജിറ്റൽ ഗോൾഡോ അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ അതല്ലെങ്കിൽ ETF വാങ്ങുമ്പോൾ ഇത്രത്തോളം പണമില്ലാതെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 രൂപ മുതൽ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാം, അതല്ലെങ്കിൽ ഒരു 100 രൂപയിൽ താഴെ മ്യൂച്വൽ ഫണ്ടും അതേപോലെ തന്നെ ETF വാങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് കാര്യത്തിൽ ഈ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഗോൾഡുകളാണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു പാരാമീറ്റർ നമ്മൾ നോക്കുന്നത് ലിക്വിഡിറ്റിയാണ്. അതായത് നമ്മൾ ഇതൊരു വിൽക്കാൻ ശ്രമിക്കുമ്പോൾ എത്ര ഈസി ആയിട്ട് നമുക്ക് ഇത് വിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഫിസിക്കൽ ഗോൾഡ് നമ്മൾ കയ്യിലുള്ളത് നമ്മൾ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു ജ്വല്ലറിയിലോ അല്ലെങ്കിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നവരോട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരതിൻ്റെ ക്യാരറ്റ് പരിശോധിക്കും, അതിൻ്റെ മറ്റ് ഡിഡക്ഷനൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും അത് നമുക്ക് വിൽക്കാൻ കഴിയുക. പലപ്പോഴും അവർ നമ്മളോട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ രീതിയിൽ അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല നമുക്കൊരു ഗോൾഡ് ഫിസിക്കലായിട്ട് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുക. എന്നാൽ നമ്മളുടെ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഗോൾഡുകൾ നമുക്ക് അത്തരത്തിലുള്ള ഇഷ്യൂസ് ഇല്ല എന്ന് മനസ്സിലാക്കാം. അവിടെ ലിക്വിഡിറ്റി ആവശ്യത്തിനുണ്ട്, കൂടാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായുള്ള ഒരു ഘടകം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും ഫിസിക്കൽ ഗോൾഡിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഡിജിറ്റൽ ഗോൾഡും ETF-ഉം മ്യൂച്വൽ ഫണ്ടുകളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ റിസ്ക് പാരാമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ കളവ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു റിസ്ക് അവിടെ ഉണ്ട്. കൂടാതെ ഇതിൻ്റെ പ്യൂരിറ്റിയിലും നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കാരണം പല വിധത്തിലുള്ള ചീറ്റിംഗ് കേസുകളും പല ജ്വല്ലറികളും നടത്തുന്നുണ്ട് എന്ന് നമുക്ക് പല വാർത്തകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്യൂരിറ്റി ഒരു വലിയ ഇഷ്യൂ ആണ്. കൂടാതെ നമ്മളിതൊരു ലോക്കറിലാണ് സൂക്ഷിക്കുന്നതിൽ ലോക്കർ ചാർജസ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. കൂടാതെ റോബറിയൊക്കെ നടക്കുമ്പോൾ ഇതിനുള്ള ഗ്യാരണ്ടി വളരെയധികം മിനിമൈസ്ഡ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോഴും വളരെയധികം റിസ്ക് നിറഞ്ഞതാണ് ഫിസിക്കൽ ഗോൾഡ് എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഡിജിറ്റൽ ഗോൾഡാണ് വാങ്ങുന്നതെങ്കിൽ അവിടെയും ചെറിയ തോതിലുള്ള റിസ്ക് ഉണ്ട്. ആ റിസ്ക് എന്ന് പറയുന്നത് അതൊരിക്കലും സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഡിജിറ്റൽ ഗോൾഡിൻ്റെ പ്ലാറ്റ്ഫോമുകൾ. ഇപ്പോൾ നാളെ ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ക്ലോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകൾ എത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് അത്ര ഡിഫൈൻഡ് അല്ല. കൂടാതെ സൈബർ അറ്റാക്കിൻ്റെ സാധ്യതകളും ഡിജിറ്റൽ ഗോൾഡ് മേഖലയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഗോൾഡിലും നേരിയ തോതിലുള്ള റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ഗോൾഡ് ETF-ലേക്ക് വന്നാൽ അവിടെ ഉണ്ടാകാൻ പോകുന്നുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് ട്രാക്കിംഗ് എററും അതേപോലെ തന്നെ മാനേജേഴ്സിൻ്റെ ട്രേഡിംഗ് മിസ്റ്റേക്കുകളൊക്കെയാണ്. അപ്പോൾ ഇത് പൊതുവേ നമ്മൾ കാണുന്നത് വളരെയധികം നെഗ്ലിജിബിൾ ആയിട്ടുള്ള മിസ്റ്റേക്കുകളായിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സെബിയുടെ ശക്തമായ റെഗുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ETF-ലായാലും മ്യൂച്വൽ ഫണ്ടിലായാലും ഇത്തരത്തിലുള്ള റിസ്ക് വളരെയധികം മിനിമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിലും ETF-ഉമാണ് താരതമ്യേന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇതിൻ്റെ ടാക്സബിലിറ്റി നോക്കുകയാണെങ്കിൽ ഈ 4 ഫോം ഓഫ് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിലും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അപ്ലിക്കബിൾ ആണ്. അതായത് ഒരു വർഷത്തിന് മുമ്പേ നമ്മളിത് വിൽക്കുകയാണെങ്കിൽ ആ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കാൻ ഏത് പ്ലാറ്റ്ഫോമിലും ബാധ്യസ്ഥനാണ്. എന്നാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കാര്യത്തിൽ ഇവിടെ ETF-ൻ്റെ കാര്യത്തിൽ 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അത് 12.5% ആണ്. ഏകദേശം 12 മാസം കഴിയുമ്പോൾ ETF-ൽ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലായാലും അതുപോലെ ഫിസിക്കൽ ഗോൾഡിലായാലും ഡിജിറ്റൽ ഗോൾഡിലായാലും 24 മാസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നുള്ള 12.5% ആ ലോവർ ടാക്സ് റെജീമിലേക്ക് നമുക്ക് താഴോട്ട് വരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ETF ഇവിടെ ഒരു സ്റ്റോക്ക് പോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ETF-ൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് ബെനിഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അവിടെ ഗോൾഡ് ETF ഒരു ക്ലിയർ വിന്നർ ആയിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഈ മുകളിൽ പരാമർശിച്ച ഈ ഒരു 5 പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഗോൾഡ് ETF ആണ്. ഇതിൻ്റെ ഏറ്റവും മോശം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഫിസിക്കൽ ഗോൾഡാണ്.
എന്നാൽ ഫിസിക്കൽ ഗോൾഡ് ഒരു മോശം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന രാജ്യത്ത് ആഭരണം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ അസറ്റാണ്. കൂടാതെ അതൊരു സ്റ്റാറ്റസ് സിമ്പിളാണ്. അതുകൂടാതെ ഈ ആഭരണം ധരിക്കാനുള്ള ഒരു ഭ്രമം അത് വർഷങ്ങളായിട്ട് ഇന്ത്യൻ മനസ്സിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആഭരണ ഭ്രമം ഇല്ലാതാക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഭരണം ധരിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ 2 ലക്ഷ്യങ്ങൾ അവർ നേടുന്നുണ്ട്. ഒന്ന്, ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൈഡും, രണ്ടാമത് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ്. എന്നാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആഭരണം ഉണ്ടാക്കിയിട്ട് അത് ലോക്കറിൽ സൂക്ഷിച്ച് വെക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു ഫൂളിഷ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. മുകളിൽ പരാമർശിച്ചതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡ് ETF ആണെന്ന് നമ്മളിവിടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ETF ഏത് കമ്പനിയുടേതാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് സാധാരണ നമ്മൾ മ്യൂച്വൽ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അതിൻ്റെ 5 ഇയേഴ്സിൻ്റെ റിട്ടേൺ, അതേപോലെ ട്രാക്കിംഗ് എറർ, അതേപോലെ തന്നെ ഷാർപ്പ് റേഷ്യോ തുടങ്ങിയ പല വിധത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളെ അനലൈസ് ചെയ്യുന്ന ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഗോൾഡ് ETFകളും സെയിം റിട്ടേൺ ആണ് നൽകിയതെന്ന് കാണാൻ കഴിയും. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മളിതിനെ സെലക്ട് ചെയ്യുമ്പോൾ അതത്ര ഒരു നല്ല പാരാമീറ്ററായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. ഒന്ന്, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് ലിക്വിഡിറ്റി ആ ETF ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു 5000 കോടിക്ക് മുകളിലുള്ള ഒരു AUM ഉള്ള ഒരു ഗോൾഡ് ETF ആണെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ നമ്മൾ താരതമ്യം ചെയ്ത് ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ഫിൽട്ടർ ചെയ്താൽ നമുക്കിവിടെ കാണാൻ കഴിയും നിപ്പോൺ ഇന്ത്യ ETF ആണ് ഏറ്റവും അധികം അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉള്ളത്, 20,835 കോടിയാണ്. പക്ഷേ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറച്ച് അധികമാണ്, 0.8%. എന്നാൽ HDFC ഗോൾഡ് ETF നോക്കുകയാണെങ്കിൽ അതിൻ്റെ AUM 9,845 കോടിയാണ്. അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ താരതമ്യേന ഗോൾഡ് ബീസുമായിട്ട് കുറവാണ്, 0.59%. ഇനി SBI ഗോൾഡ് ETF നോക്കുകയാണെങ്കിൽ 8,000 കോടിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറച്ചുകൂടി ഹൈ ആണ്, 0.73 ആണ്. അതുപോലെ ICICI പ്രൊഡൻഷ്യൽ ഗോൾഡ് ETF നോക്കുകയാണെങ്കിൽ 7,500 കോടിയുള്ള AUM ഉണ്ട്, എക്സ്പെൻസ് റേഷ്യോ കുറവാണ്, 0.5% ആണ്. അതുപോലെ കൊഡാക് ഗോൾഡ് ETF 7,400 കോടിയോളം AUM ഉണ്ട്, അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.55 ആണ്. അപ്പോൾ ഈ ഒരു പാരാമീറ്റർ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ICICI പ്രൊഡൻഷ്യലും കൊഡാക് ഗോൾഡ് ETFും HDFC ഗോൾഡ് ETFും താരതമ്യേന ബെറ്റർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഗോൾഡ് ETF നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏതൊരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാറുള്ള ടൈമിംഗ് നോക്കുന്നതിൽ തെറ്റില്ല. കാരണം എപ്പോഴും ഒരേ റിട്ടേൺ ഈ ഗോൾഡ് നൽകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോഴുള്ള ഈ ഗ്ലോബൽ അൺസർട്ടനിറ്റി കാരണമാണ് ഗോൾഡ് ഇത്രമാത്രം ഹൈ ആയത്. അപ്പോൾ അത് എല്ലാ കാലത്തും തുടരണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഒരു മിനിമം റിട്ടേൺ എപ്പോഴും ഗോൾഡ് നൽകാറുമുണ്ട്. CAGR റിട്ടേൺ ഏകദേശം 12-13% ഉണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ SIP മോഡലിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗോൾഡ് ETFൽ SIP മോഡൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അത്തരം പ്ലാറ്റ്ഫോമുകൾ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഓരോ ഡിപ്പിലും ബൈ ചെയ്യുന്ന രീതിയിലും ഫോളോ ചെയ്യാം. ഇനി അതല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് അച്ചടക്കത്തോടു കൂടി എല്ലാ മാസവും ഫിക്സഡ് തീയതിയിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും ബെസ്റ്റ് ഓപ്ഷനാണ്. അതുകൂടാതെ നമ്മളെ പോർട്ട്ഫോളിയോയിൽ ഏകദേശം ഒരു 10% ഒരു മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും ഗോൾഡിന് വേണ്ടി അനുവദിക്കണം എന്നും കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഇവിടെ പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.